ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ടൗൺ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ. സദ്യ സ്പെഷ്യലാണ്, ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത 2 ബീട്രൂട്ട്, 1/2 ലിറ്റർ തൈര്, കുറച്ച് തേങ്ങ, കുറച്ച് നല്ല ജീരകം, കുറച്ച് കടുക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ഇത്രയാണ് കേട്ടോ എടുത്തേക്കണേ. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് എടുത്തു വെച്ച തേങ്ങയും ജീരകവും ഇഞ്ചിയും കടുകും പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തു. അപ്പോൾ ഞാനതിവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ച് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത കാരണം ഒത്തിരി വേവ് ഉണ്ടാവില്ല, പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പം ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ബീട്രൂട്ട് നല്ലതുപോലെ വെന്ത് കിട്ടും. ബീട്രൂട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ ബീട്രൂട്ടിൻ്റെ മിക്സ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, തേങ്ങ ചേർത്ത് മിക്സ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിന് ശേഷം അത് തണുക്കാൻ വെച്ചു. തണുത്തതിന് ശേഷം എടുത്തു ചേർന്ന തൈര് ചേർത്തു. തൈരും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുത്തു. കാരണം തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ള കാരണം ഞാനതൊന്ന് ചൂടാക്കി എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് താളിക്കാനുള്ളത് നോക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അത് നമ്മുടെ ബീട്രൂട്ട് മിക്സിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പതിവ് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം കറി ടൗൺ.